പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈശോയുടെ കൂടെ ആയിരിക്കാൻ അവിടുന്ന് അനുവദിച്ച നിമിഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും. എത്രയോ ഭാഗ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ സ്നേഹത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുകയും അവനോടൊത്ത് ആയിരിക്കാൻ നമ്മളെ അനുവദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഓരോ കാരണങ്ങൾ കൊണ്ട് അയോഗ്യതകൾ നമ്മൾ ഏറ്റുപറയുമ്പോഴും നമ്മൾ ഓരോരുത്തരെയും അവിടുത്തെ കുരിശുമരണം കൊണ്ട് അവിടുന്ന് യോഗ്യരാക്കി. സ്നേഹമുള്ളവരെ, ഈ ഒരു നിമിഷം ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മൾ വിചിന്തനം ചെയ്യുക. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ്. വിരുന്നിൻ്റെ ഉപമ എന്ന് പറയുന്നതിനപ്പുറത്തോട്ട് സ്നേഹത്തിൻ്റെ വിരുന്ന് ആണ് സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് ഈ ഒരു ഭാഗത്തെ പരിചയപ്പെടുത്തുക. ഈശോയെ ഫരിസയിൽ പ്രമുഖനായ ഒരാൾ ഒരു വിരുന്നിന് ക്ഷണിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും അവർ തൻ്റെ ജീവിതത്തിൽ ബഹുമാനവും ഒരു അന്തസ്സും അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും നല്ല വില കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും വിരുന്നുകൾ സംഘടിപ്പിക്കുക. അന്ന് ഈശോയും ക്ഷണിക്കപ്പെട്ടു. കാരണം ആ ഒരു സമയത്ത് ഏറ്റവും നല്ല ഗുരുവായിരുന്നു. ശിഷ്യപ്പെടുത്തിയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും മനുഷ്യരോട് ദൈവത്തോട് പറഞ്ഞും അവരോരോരുത്തരെയും ആ സ്നേഹത്തിലേക്ക് ചേർത്ത് പിടിച്ച ആ ഗുരുവിനെയും ആ ഫരിസി പ്രമുഖം വിളിക്കുന്നുണ്ട്. അങ്ങനെ ഈശോ ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ അവരോരോരുത്തരോട് പറയുന്നതാണ് ഈ വിരുന്നിൻ്റെ ഉപമ. സ്നേഹമുള്ളവരെ, ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ തമ്പുരാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ ഉപമയിലൂടെ. പലപ്പോഴും നമ്മളൊരു ബിരുദം സംഘടിപ്പിക്കുമ്പോൾ, ഒരു ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അവരോരോരുത്തരോടും പറയാതെ പറയുന്നൊരു കാര്യം, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, അതുപോലെ തന്നെ നീയും എന്നെ ബഹുമാനിക്കണം. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കരുണ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളും തിരിച്ച് പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. അതിലുപരി കരുണയോടുകൂടി ആയിരിക്കാനാണ് നമ്മുടെ ജീവിതത്തിലെ വിളി. നിങ്ങൾ ഓരോരുത്തരും അളവില്ലാത്ത വിധം മനുഷ്യരെ സ്നേഹിക്കണം. നിന്റെ സഹോദരങ്ങളെ നീ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കണം. അവർ തിരിച്ച് സ്നേഹിക്കുമെന്നോ ബഹുമാനിക്കുമെന്നോ നിന്നെ ചേർത്ത് പിടിക്കുമെന്നോ പ്രതീക്ഷിക്കാതെ, ആ ഒരു പ്രതീക്ഷ ഒന്നും കൊടുക്കാതെ അവരെ നീ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം. ആ സ്നേഹത്തിന് അതിർത്തി വരമ്പുകളോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിന് ഒരു അളവ് പോലും കൊടുക്കാതെ അളവില്ലാത്ത വിധം നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹിക്കണം. സ്നേഹമുള്ളവരെ, നീ ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ ഈശോ നമ്മളോടും ആവർത്തിക്കുന്നത് അത് തന്നെയാണ്. അളവില്ലാത്ത വിധം മനുഷ്യരെ നീ സ്നേഹിക്കണം, ചേർത്ത് പിടിക്കണം. കാരണം ഈശോയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരു അളവിൻ്റെ അപ്പുറത്തോട്ട് സ്നേഹത്തിന് അതിന് പുതിയതായിട്ടുള്ളൊരു അതിർത്തി വരുമ്പോൾ കൊടുത്തതാണ്. സ്നേഹിക്കുന്ന ഓരോരുത്തരെയും അവരേതവസ്ഥയിൽ നിന്ന് വരുന്നുവെന്നോ ഏതൊരവസ്ഥയിലാണെന്നോ ഒന്നും നോക്കാതെ അളവില്ലാത്ത വിധം ഓരോ മനുഷ്യരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു. പലപ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ ഒരു രാജാവിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സർവ്വസൈന്യാധിപൻ അവരോരോരുത്തരെയും അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സമയത്താണ് മിശിഹ അവരിടയിലേക്ക് കടന്നു ചെല്ലുന്നത്. പക്ഷേ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കണമെന്നുള്ളൊരു പ്രഖ്യാപനത്തോടുകൂടി, അതേ ആഹ്വാനത്തോടുകൂടി അവരോരോരുത്തരെയും ഈ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈശോയുടെ ഏറ്റവും വലിയ ആയുധവും സ്നേഹം തന്നെയായിരുന്നു. ഓരോ മനുഷ്യരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പോരായ്മയുണ്ടെങ്കിലും ഇത് സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുക. സ്നേഹമുള്ളവരിന്ന് ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ ഈ കൃപയുടെ മണിക്കൂറിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ സർവവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമുള്ളവർ തിരിച്ചറിയേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താലാണ് നയിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും ചേർത്ത് പിടിക്കുമ്പോഴും ഞാൻ ഏതെങ്കിലും രീതിയിൽ ഒരു അതിർത്തി പരമ്പ് സൃഷ്ടിക്കുന്നുണ്ടോ? സ്നേഹമുള്ളവർ തിരിച്ചറിയേണ്ടത്, തമ്പുരാൻ നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളും പരസ്പരം സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരാളെ സ്നേഹിക്കേണ്ട ഒരു കടമ കടന്നു വരുമ്പോൾ, ആ ഒരു ഉത്തരവാദിത്വത്തിൽ നമ്മളായിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്
ഒരളവിൽ മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ്. സ്നേഹമുള്ളവരെ, ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ ഈ സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വിളിച്ച് ചേർക്കപ്പെടുമ്പോൾ തിരിച്ചറിയേണ്ടത് ഈ വിരുന്നിൻ്റെ ഉപമ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നവരെ മാത്രം തിരിച്ച് സ്നേഹിക്കുന്നു, എന്നെ ബഹുമാനിക്കുന്നവരെ മാത്രം തിരിച്ച് ബഹുമാനിക്കുന്നു, എന്നെ ചേർത്ത് പിടിക്കുന്നവരെ മാത്രം തിരിച്ച് ചേർത്ത് പിടിക്കുന്നു. അതവസ്ഥയിൽ പലപ്പോഴും അത് യോഗ്യരായിട്ടുള്ളവർ, അതിനർഹമായിട്ടുള്ളവരെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ബഹുമാനിക്കാനും നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. സ്നേഹമുള്ളവരെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിരുന്നുകൊണ്ട് ഈശോയെ ഉറ്റുനോക്കാം. ഈ സ്നേഹം നമ്മുടെ മുമ്പിൽ എത്രത്തോളം പ്രകടമാകുന്ന സമയം വേറെയുണ്ടോ? ഈ സ്നേഹം എത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുന്ന അനുഗ്രഹങ്ങളുടെ ഇടം സമയം വേറെയുണ്ടോ? പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് അവിടുത്തെ കൃപ മാത്രം മതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു അർത്ഥം എന്ന് പറയുന്നതും അവിടുത്തെ കരുണ മാത്രം മതി എന്നാണ്. പൗലോസിലേക്ക് അറിയാം, ഒരിക്കൽ പോലും തമ്പുരാൻ നമ്മൾ ആരെയും വെറുക്കില്ല എന്നുള്ള കാര്യം. എത്രത്തോളം പാപങ്കിലുമായിട്ട് നമ്മൾ ജീവിച്ചാലും ഒരിക്കൽ പോലും ഈ സ്നേഹത്തിൽ നിന്ന് അവിടുന്ന് പുറകോട്ട് പോകില്ല എന്നുള്ള കാര്യം. സ്നേഹമുള്ളവരെ, ഈ ഒരു നിമിഷത്തെ അനുഗ്രഹങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. എത്രത്തോളം നമ്മളെ തമ്പുരാൻ അനുഗ്രഹിക്കുന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒരു യാഥാർത്ഥ്യത്തിൽ നമ്മുടെ ജീവിതവും സർവവും സമർപ്പിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോഴും നമ്മളെയും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കാം. ഇന്നും അനുഗ്രഹിക്കുന്ന നാഥനെ ഓർത്ത്, ഇന്നും സ്നേഹിക്കുന്ന ഈ ഒരു സ്നേഹത്തെ ഓർത്ത് ഈശോയെ ഞങ്ങളോടും കരുണ തോന്നണമേ. സുവിശേഷം ഉടനീളം പരിശോധിക്കുമ്പോൾ ഒരു ഹൃദയസ്പന്ദനമായിട്ട് കരുണയെ പറ്റി പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് മറ്റൊരു സുവിശേഷമായിട്ട് മാറേണ്ട നമ്മൾ ഓരോരുത്തരും ഈ കരുണയാൽ നമ്മുടെ ഹൃദയങ്ങളും പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവരുടെ ജീവിതത്തിൽ പലപ്പോഴും താഴ്ചകളും പോരായ്മകളും വേദനകളും വെല്ലുവിളികളും കടന്നു വരുമ്പോൾ ഇപ്പോഴും ഓർക്കേണ്ടൊരു കാര്യം, അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ ഒപ്പം ലോകത്തിലുള്ള ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഈ കരുണയെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. ഒരുപക്ഷെ ആ ഒരു ബിരുദിൻ്റെ ഉപമയിൽ തമ്പുരാൻ പറയുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഇതേ മനോവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടുന്നത്, ജീവിക്കുന്നത്. സ്നേഹമുള്ളവരെ, അവിടെയാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസും നമ്മുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, സ്നേഹം അത് അളവില്ലാത്ത വിധമായിരിക്കണം എന്നുള്ളൊരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഓരോ മനുഷ്യർ കടന്നു വരുമ്പോഴും വ്യത്യസ്തരായിട്ടുള്ള പല ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, അവരെ വിവരം യോഗ്യരാണോ എന്ന് നോക്കിയിട്ട് ഒരിക്കൽ പോലും സ്നേഹിക്കാൻ പോകരുത്. അതിനപ്പുറത്തോട്ട് അളവില്ലാത്ത വിധം ഓരോരുത്തരെ സ്നേഹിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഓരോ ഇടങ്ങളിലും നമ്മൾ ഓരോരുത്തരെ കാണിക്കേണ്ട കരുണയുണ്ട്. ഓരോ ഇടങ്ങളിലും നമ്മൾ കരുണയോടുകൂടി വർത്തിക്കേണ്ട നിമിഷങ്ങളുണ്ട്. പലപ്പോഴും ഒരു ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു പ്രതിഫലം പോലും നോക്കാതെ, ഒരു നന്ദി പോലും പ്രതീക്ഷിക്കാതെ പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്ന നേഴ്സുമാരില്ലേ, ഒരിക്കൽ പോലും തൻ്റെ ജീവിതത്തിൽ ഇതേപ്പറ്റി നന്ദി പറയില്ല എന്ന് പറഞ്ഞ് അധ്യാപനത്തിൻ്റെ പൂർണ്ണ മികവിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുകൾ നമ്മുടെ ചുറ്റും. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരിക്കൽ പോലും ഇതുകൊണ്ട് നന്ദിയോടുകൂടി എൻ്റെ ജീവിതത്തെ സ്മരിക്കുമെന്ന് ഓർക്കാതെ സ്നേഹിക്കുന്ന മാതാപിതാക്കളില്ലേ? സ്നേഹമുള്ളവരെ, ഈ ഒരു സ്നേഹത്തിൻ്റെ ജീവിത മാതൃകകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മൾ ഈ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളെല്ലാം ഈ ആൾത്താരകളിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മളെ കാണാൻ വന്നിരിക്കുന്നത് സ്നേഹമാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതം കൊണ്ട് പലപ്പോഴും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതും ഈ സ്നേഹത്തിലേക്കാണ്. അന്ന് ആ ഒരു ബിരുദിൻ്റെ ഉപമയിലൂടെ എല്ലാവരോടും തമ്പുരാൻ ചോദിക്കുന്നത്, നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുന്നവരെയും ചെയ്യുന്നവരെ നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? സ്നേഹിക്കുക, അളവില്ലാത്ത വിധം ഓരോ മനുഷ്യരെയും ചേർത്ത് പിടിക്കുക. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ സ്നേഹത്തിലേക്ക് എന്നെ തമ്പുരാൻ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ എന്നെ യോഗ്യനാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെയും തമ്പുരാൻ അനുഗ്രഹിക്കാൻ പൂർണ്ണനാണ്. സ്നേഹമുള്ളവരെല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും
ഇരൾത്താരിലേക്ക് ചേർത്ത് വയ്ക്കാം. വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, സ്നേഹത്തോടെ നമ്മളെ തന്നെ തമ്പുരാനെ വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മളെ സജ്ജരാക്കാം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.